ദ്വീപ് രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. പ്രധാനപ്പെട്ട ഭൂവിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ വൻകരകളിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന ആ ദ്വീപുകളിലേക്ക് വ്യോമമാർഗം അല്ലെങ്കിൽ സമുദ്രമാർഗം മാത്രമേ എത്തുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ പരന്നു കിടക്കുന്ന വൻകരകളിൽ തന്നെ ചില പട്ടണങ്ങളിലേക്ക് എത്തുവാൻ വഴികൾ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൊടും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി പട്ടണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഊഹിക്കുവാൻ കഴിയുമോ? ഇതിൽ തന്നെ 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളുണ്ട്. ഈ പട്ടണങ്ങളിലേക്ക് എത്തണമെങ്കിൽ വിമാനം അല്ലെങ്കിൽ ബോട്ട് ഗതാഗതത്തിനായി ഉപയോഗിക്കണം. ലോകത്തെ ഏറ്റവും വലിയ വനമായ ആമസോൺ മഴക്കാടുകളിലാണ് ഇത്തരം പട്ടണങ്ങളുള്ളത്. അതിൽ ആദ്യം പറയേണ്ടത് പെറുവിലെ ഇക്വിറ്റോസ് എന്ന പട്ടണമാണ്. റോഡ് മാർഗം എത്തുവാൻ കഴിയാത്ത ലോകത്തെ ഏറ്റവും വലിയ പട്ടണമാണിത്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 5 ലക്ഷമാണ്. ഈ നഗരത്തിൽ എത്തുവാൻ ഒന്നെങ്കിൽ വിമാനമാർഗം ഉപയോഗിക്കണം, അല്ലെങ്കിൽ 2-3 ദിവസം ആമസോൺ നദിയിലൂടെ ബോട്ടിൽ സഞ്ചരിക്കണം. പെറു എന്ന രാജ്യത്തിലെ മറ്റ് ഭാഗങ്ങളുമായി അല്ലെങ്കിൽ മറ്റു പട്ടണങ്ങളുമായി ഈ പട്ടണത്തിന് റോഡ് മാർഗം ബന്ധമില്ല. എന്നാൽ 100 കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ടൗണുമായി ഇക്വിറ്റോസിൽ നിന്ന് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. മറ്റൊരു പട്ടണം കൊളംബിയയിലെ ലറ്റീഷ്യയാണ്. കൊളംബിയ, ബ്രസീൽ, പെറു എന്നീ 3 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ലറ്റീഷ്യ. കൊളംബിയയുടെ മറ്റൊരു ഭാഗത്തേക്കും ലറ്റീഷ്യയിൽ നിന്ന് റോഡ് ഗതാഗതമില്ല. ആമസോൺ നദി തന്നെയാണ് പ്രധാന ഗതാഗത മാർഗം. ബ്രസീലിലെ മക്കാബയാണ് മറ്റൊരു പട്ടണം. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന ഉള്ള ഈ പട്ടണത്തിനും റോഡ് മാർഗം ഒരിടത്തേക്കും ബന്ധമില്ല. ഇവിടെയും 5 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നുണ്ട്. ബ്രസീലിൽ തന്നെ ഉള്ള മറ്റൊരു പട്ടണമാണ് മാനൌസ്. ഇതൊരു വ്യവസായ നഗരമാണ്. ഇതിനു മുൻപ് പറഞ്ഞ നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാനൌസിൽ നിന്ന് ചില പാതകൾ ആമസോൺ കാടിനുള്ളിലൂടെ ബ്രസീലിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകുവാനായി ഉണ്ട്. BR-319 എന്ന ഒരു ഹൈവേയും ഉണ്ട്. പക്ഷേ മണ്ണും ചെളിയും നിറഞ്ഞ ഒരു പാത ഉണ്ടെന്നല്ലാതെ സഞ്ചാരയോഗ്യമായി ടാർ ചെയ്ത റോഡില്ല. ഈ പാതയിലൂടെയുള്ള യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് പൂർണ്ണമായി പറയാനുമാകില്ല. അതുകൊണ്ട് തന്നെ വിമാനമാർഗവും ബോട്ട് മാർഗവുമാണ് യാത്രയ്ക്കായി ഉപയോഗിക്കപ്പെടുന്നത്. കൊളംബിയയുടെ അതിർത്തി പട്ടണമായ ലറ്റീഷ്യ പോലെ ലറ്റീഷ്യയോട് ചേർന്ന് കിടക്കുന്ന പെറുവിന്റെ പട്ടണമാണ് സാന്റാ റോസ. അതിനോട് ചേർന്ന് കിടക്കുന്ന ബ്രസീലിന്റെ പട്ടണമാണ് ടാബാറ്റിൻക. ഇവിടങ്ങളിലേക്കും ആമസോൺ നദിയിലൂടെ അല്ലെങ്കിൽ വിമാനത്തിലൂടെ മാത്രമേ എത്തുവാൻ കഴിയുകയുള്ളൂ. എത്ര ദുർഘടമായ സ്ഥലങ്ങളിലേക്കും റോഡ് കണക്ടിവിറ്റി ഉള്ള ഈ കാലത്ത് ഈ പട്ടണങ്ങളിലേക്ക് ഇന്നും റോഡ് കണക്ടിവിറ്റി ഇല്ല. അവിടെ ആരും അങ്ങനെ ഒരു റോഡ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല. കാരണം അതിനിബിഡമായ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ആമസോൺ കാടുകൾക്കുള്ളിലൂടെ വഴിയുണ്ടാക്കുന്നത് അസാധ്യമാണ്. ആമസോൺ കാടുകൾ നിറയെ ആമസോൺ നദിയുടെ കൈവഴികളാണ്, ചതുപ്പ് നിലങ്ങളുമാണ്. ആമസോൺ കാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വർഷത്തിൽ 6 മാസത്തോളം വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന ആമസോൺ നദിക്ക് കിലോമീറ്ററുകൾ വീതി പലയിടത്തുമുണ്ട്. ഇവിടെ വഴിയും അതിനനുബന്ധമായി പാലങ്ങളും മറ്റും നിർമ്മിക്കുക അസാധ്യമാണ്. അതുമാത്രമല്ല, ഈ രാജ്യങ്ങൾക്ക് വളരെ സുഗമമായ ഗതാഗത മാർഗമാണ് ആമസോൺ നദി തുറന്നു കൊടുക്കുന്നത്. ആമസോൺ നദിയും അതിന്റെ പോഷക നദികളും ഈ പട്ടണങ്ങളുടെ എല്ലാ മേഖലയിലേക്കും ബോട്ട് സഞ്ചാരം ഒരുക്കി കൊടുക്കുന്നു. ചരക്ക് നീക്കത്തിനും യാത്രയ്ക്കുമെല്ലാം ചിലവ് കുറഞ്ഞ മാർഗം കൂടിയാണല്ലോ ജലഗതാഗതം. വേഗത്തിൽ യാത്ര ചെയ്യേണ്ടവർക്ക് ചെറിയ വിമാനങ്ങൾ എപ്പോഴും സർവീസ് നടത്തുന്നുമുണ്ട്. ആമസോൺ കാടുകൾക്കുള്ളിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാത്ത പട്ടണങ്ങൾ മാത്രമല്ല കേട്ടോ, ഗ്രാമങ്ങളുമുണ്ട്. നമ്മുടെ ഇവിടെ ഒരു പഞ്ചായത്തൊക്കെ പോലെ ആമസോൺ നദിയോട് ചേർന്ന് കിലോമീറ്ററുകൾ ഇടവിട്ട് ഗ്രാമങ്ങളുണ്ട്. അവിടെ ചന്തകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. ആമസോൺ നദിയിലൂടെ ഓരോ പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ബോട്ട് സർവീസ് ആണ് ഈ ഗ്രാമങ്ങളുടെയും ഗതാഗത മാർഗം. ആമസോണിൽ മാത്രമല്ല ഇത്തരം സ്ഥലങ്ങളുള്ളത്. റോഡ് ഗതാഗതം സാധ്യമല്ലാത്ത നിരവധി പട്ടണങ്ങൾ ലോകത്ത് പല ഭാഗത്തുമുണ്ട്. ഗ്രീൻലാൻഡ് എന്ന രാജ്യത്ത് പട്ടണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ നിർമ്മിച്ചിട്ടേയില്ല. ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ വിമാനം, ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ബോട്ട് മാർഗം ഉപയോഗിക്കണം. കാനഡയിലെ ഇക്കാലോയിറ്റ് എന്ന ടൗണിലേക്കും റോഡ് ഗതാഗതമില്ല. റഷ്യയിലെ സൈബീരിയയിൽ 1,70,000 ആളുകൾ വസിക്കുന്ന ന്യൂറിലിസ്ക് എന്ന വ്യവസായ നഗരത്തിലേക്ക് റോഡ് കണക്ടിവിറ്റി ഇല്ല. റഷ്യയിലെ തന്നെ ആർട്ടിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ടിക്സി, അനഡീർ എന്നീ പട്ടണങ്ങളിലേക്കും റോഡ് ഗതാഗതമില്ല. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് റോഡ് ബന്ധമില്ലാത്ത പട്ടണങ്ങളൊക്കെ ഒരു സ്വപ്ന ലോകം മാത്രമാണ്. ഇതുവരെ പറഞ്ഞ ഈ പട്ടണങ്ങളിലൊക്കെ തന്നെ പട്ടണങ്ങളുടെ പുറത്തേക്ക് റോഡ് ഗതാഗതം ഇല്ലെങ്കിൽ പോലും പട്ടണങ്ങൾക്കുള്ളിലെ സഞ്ചാരത്തിന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ലോകത്ത് ഒരു പട്ടണത്തിനുള്ളിൽ ഉള്ള സഞ്ചാരത്തിന് റോഡ് ഗതാഗതം ഉപയോഗിക്കുന്നില്ല. ആ പട്ടണത്തിലുള്ള ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും കനാലുകളിലൂടെ ബോട്ടിൽ സഞ്ചരിക്കണം, അല്ലെങ്കിൽ നടന്നു പോകണം. ആ പട്ടണം ഏതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക.